വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് വിച്ച് ക്രൈ 2. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിച്ച് ക്രൈ കളിച്ച സമയത്ത് വിച്ചിന്റെ വീട്ടിൽ നിന്ന് മറ്റേ മന്ത്രവാദിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആയായിരുന്നു. ഇന്ന് നമ്മൾ എവിടെ നിന്നാണ് എസ്കേപ്പ് ആകുന്നത് എന്നെ അറിയത്തില്ല. ഇവിടെ പേരൊക്കെ കൊടുക്കണം, ഞാൻ പേരൊക്കെ കൊടുക്കും. ഓക്കെ ഗൈസ്, നമ്മൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ തുടങ്ങാം. പക്ഷേ ഗോസ്റ്റ് മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് നോർമൽ ഇടാം. നോർമൽ മതി. ഹാർഡില് കൂടുതൽ പാടാകണം, നോർമലി മതി. ഓക്കെ, ചാപ്റ്റർ 1 നമ്മൾ ലാസ്റ്റ് കണ്ടത് ഏതോ ഒരു പെണ്ണിനെ കാണുന്നവരായിരുന്നു. ആ പെണ്ണിന്റെ ഒരു ടിമ്മി എന്നും കണ്ടായിരുന്നു ഗൈസ്. ഓ ഗൈസ്, ഗ്രേറ്റൽ എന്നാണ് ആ പെണ്ണിന്റെ പേര്. നമ്മളോട് ചോദിക്കണം, നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, നീ ഇവിടെ ഉള്ള ആളല്ലല്ലോ. ഞാൻ എണീറ്റത് ആ വിച്ചിന്റെ വീട്ടിൽ നിന്നാണെന്ന് നമ്മൾ പറയുന്നത് ഗൈസ്. അപ്പൊ അവള് ഞെട്ടിപ്പോയി. വിച്ചിന്റെ വീട്ടിൽ നിന്നാണോ എന്ന്, എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നമ്മളെ കിടന്ന് കരയുവാണ് ഗൈസ്. അപ്പോഴേക്കും ആ പെണ്ണ് പറയും, നമുക്ക് വഴി കണ്ടെത്താൻ, നീ കരയാതെ എന്ന് പറയും. അപ്പോൾ ഈ ലോകം ഉണ്ടാക്കിയത് 5 സാധനം കൊണ്ടാണ്. അപ്പൊ അതിനെ അവര് പറയുന്നത് സീഡെന്നാണ്, സീഡെന്നെങ്ങാണ്ടാണ്. നമുക്ക് ആ 5 സാധനങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ കയ്യിരിക്കുന്ന സാധനം സീഡാണ് ഗൈസ്. ഒരു സീഡ്. മറ്റേ വിച്ചിന്റെ വടി ഉണ്ടല്ലോ, അതിന്റെ പേരെന്തോന്നായിരുന്നു? ആ വാണ്ട്, അങ്ങനെയുണ്ടല്ലേ സാധനത്തിന്റെ പേര്. ആ സാധനം ഇതാണെന്നാണ് തോന്നുന്നത്, സീഡാണെന്ന് തോന്നുന്നു. അടുത്ത സീഡ് കണ്ടുപിടിക്കാൻ ഒരു സ്ഥലത്തോട്ട് പോകണം. പക്ഷെ അവിടെ ഒരു മുത്തശ്ശി ഉണ്ടെന്നാണ് പറയുന്നത്. പുള്ളിക്കാരത്തി ആണോ ഗൈസ് ഇനി ഇപ്പൊ മറ്റേ പുള്ളിക്കാരത്തി? ഏത് പുള്ളിക്കാരത്തി? വിച്ച്. അവിടെ ഒരു മുത്തശ്ശിയും പിന്നെ ഏതോ ഒരു കൊച്ചുമോളും ഉണ്ടെന്നാണ് പറയുന്നത്. അവര് പെശകാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കാര് പെശക്, നമ്മളവര് തീർക്കും. ഇതിലെ മുമ്പാണ് മറ്റേ മുത്തശ്ശിയുടെ ഒക്കെ വീടെന്നാണ് ഗ്രേറ്റല് പറഞ്ഞത്. ഐ നീഡ് ടു ഫൈൻഡ് ദ ഹുഡ്. ഓ ഗൈസ്, ഹുഡാണ് മറ്റേ രണ്ടാമത്തെ സീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തോ ഒരു വീടും സംഭവമൊക്കെ ഉണ്ട്. ഇത് ഇനിയിപ്പോ മറ്റേ ഇവരുടെ രണ്ടാമത്തെ വീടാണ്. ഓപ്പൺ. ഇതെന്തോ നീല കളറ്. ഓ ഗൈസ്, ഇതിന്റെ അടിയിൽ ഒരു കീ കിട്ടിയില്ല നമുക്ക്. ഇത് ഈ വീടിന്റെ ആണ്. അമ്മേ ഗൈസ്, മറ്റേ തള്ളച്ചി. അയ്യോ ഓടി. എടാ, ഇതിനെന്തോ ആടാ, മര്യാദക്ക് ഒന്ന് കളിക്കാൻ സമ്മതിക്കത്തില്ലയോടാ. ഇതില് മേളിലോട്ടൊരു വഴിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇത് എന്തൊരു സ്പീഡാ, വയസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മേ, അയ്യോ അമ്മേ, എന്തോ ഇത് മറ്റേ പാമ്പല്ലേ ഗൈസ്. ഓടിക്കോ. നമുക്ക് പെട്ടെന്ന് പോയി ഇത് തുറക്കാം. ഒക്കെ തുറന്നിട്ടിട്ടുണ്ട്. നീ എവിടെ ചെന്ന് ഒളിച്ചിരിക്കും ഈ അമ്മച്ചി കാണാതെ. ഒടുക്കത്തെ സ്പീഡ് കാണില്ല ഈ അമ്മച്ചിക്ക്. അമ്മേ, അടുത്തെത്തി. ഇല്ല, പിടിക്കരുത് പ്ലീസ് അമ്മച്ചി. ഗ്രാനീനെക്കാളും കഷ്ടമാണല്ലോ. ഓക്കെ, നമ്മളിവിടെ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിപ്പുണ്ട്. കണ്ടിരിക്കുന്നു. ഞാനിവിടെ ഒന്നും ഇല്ല, ഞാൻ ചത്തു. നമ്മളിപ്പോ വെളിയെ വരുവോ? വരല്ലേ പ്ലീസ്, ഞാൻ ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. ഇല്ല ഗൈസ്, വരത്തില്ല. എന്താന്ന് വെച്ചാ ഡിസി മ്യൂസിക് മാറി, ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. എന്തോ ഉണ്ടല്ലോ എന്നാണ് ഡിഗോ. ഓക്കെ, നമുക്കിത് എന്തോ കുഴിക്കണമെന്നാണ് തോന്നുന്നത് എനിക്ക്. അമ്മച്ചി എവിടെ പോയി? ഇനി അതിലേ കാണാൻ പറ്റുമോ? തിരിച്ചു പോയോ? അമ്മച്ചി പറ്റിക്കരുത്. അരുത്. ഓ അതെ, അങ്ങോട്ട് പോകുന്നു. ദാണ്ട പോകുന്നു. പോയിരുന്നു. ഇതെന്താ ഇവിടെ ക്ലൈംബെന്ന് കൊടുത്തേക്കുന്നു. ആ ചിരി കേട്ടോ നിങ്ങള്, എന്തൊരു വൃത്തികെട്ട ചിരിയായത്. പൊക്ക ഈ പഞ്ചായത്ത് നിക്കണ്ട, അതിലൂടെ അങ്ങ് പൊക്കോ. അയ്യോ, കണ്ട്. അയ്യോ ദേ വരുന്നു. മേലോട്ട് കയറിപ്പോ. ഇവിടൊക്കെ എന്തുവാ? ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. ഇതിലെ കൂടെ ഒരു പോയോ? ഫാറ്റി ചിക്സ് ആൻഡ് ഫാറ്റി ലെഗ്സ്. അമ്മേ, ഞാൻ പറഞ്ഞ ഡയലോഗ് ഈ പുള്ളിക്കാരി എങ്ങനെ കേട്ടോ? പുള്ളിക്കാരത്തിയുടെ സൗണ്ടാണോ കേൾക്കുന്നത്? ഇവിടെ എന്തോ ഉണ്ടല്ലോ. ക്രാങ്ക് കിട്ടിയ കേസ് നമുക്ക്. ഇത് നമുക്ക് മറ്റേ സ്ഥലത്ത് ഇടണ്ടായിരിക്കും. എവിടെ? അമ്മേ, ഞാൻ ഇറങ്ങി. പക്ഷെ പുള്ളിക്കാരത്തി എന്നെ കണ്ടില്ല. അയ്യോ ഗായ്സ്, എന്നെ കണ്ടു. എവിടെ പോയി? അയ്യോ ഓടി. ആടെ കവക്കെട്ടാണ്, പോയി മരുന്ന് കുടിക്കുക. എന്റെ അടുത്ത് വന്ന് അലറിയിട്ട് കാര്യമില്ല. ഇത് ഇവിടോട്ട് എന്താണ്ട് ഉണ്ടല്ലോ. ഓ, പീസ് ഓഫ് എ പെയിന്റിങ്. ഓ, നമുക്ക് തൽക്കാലം ഇത് കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യമല്ലേ നമ്മൾ ഈ പാമ്പിനെ പിടിച്ച് കയറാക്കിയത്? അതെങ്ങനെയായിരുന്നു? എന്താണ്ടൊക്കെ വരയ്ക്കണമായിരുന്നു. എന്താ വരയ്ക്കണ്ടേന്ന് ഞാൻ മറന്നുപോയി. ഓ, ബക്കറ്റിനകത്തൊന്നും ഇല്ലേ? ബക്കറ്റാണ് നമുക്ക് എടുക്കണ്ടേ. ഓക്കെ, ബക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പാമ്പിനെ എന്തോ വരച്ച് കയറാക്കാം. എന്തോ ആയിരുന്നു? നമ്മൾ ഇടിവെട്ടുന്ന പോലെ കണ്ടല്ലേ വരക്കണ്ടേ? ഇങ്ങനെ കണ്ടല്ലേ?
ആ കിട്ടിപ്പോയി ഗൈസ്. എന്തൊരു കത്രിക പോലെ സാധനം ഇവിടെ കിടപ്പുണ്ട്. ഏതോ പുല്ല് വെട്ടാനുണ്ട് ഗൈസ് നമുക്ക്. ആടെ പോകുന്നു ഓടി. ഇതിവിടെ കിടക്കട്ടെ, ഇത് വെച്ച് ഉപയോഗമൊന്നും ഇല്ല. നമുക്ക് തിരിച്ചു പോയി അതെടുത്തോണ്ട് വരാം, നമ്മുടെ ഷിയേഴ്സ്. ഓക്കേ. ഓ ഓ നമ്മൾ അവിടെ ഒരു പുല്ല് കൊണ്ടൊരു സ്ഥലം കണ്ടില്ലായിരുന്നു, അവിടെ പോയായിരിക്കും എന്തെങ്കിലും ചെയ്യണ്ടേ. എവിടെ എല്ലും കൂടെ ഒക്കെ ചെയ്യുന്നത് ഇതാണോ? എവിടെ? അയ്യോ അടുത്തെത്തി. ഓ നമ്മള് തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ അതാ നമ്മളെ പിടിക്കും. ഉറപ്പാ തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ നമ്മളെ പിടിക്കും നമ്മള്. ആ ആ ഇത് വെച്ച് മണ്ണ് കോരാൻ പറ്റുമോ? ഓ നമ്മള് ബക്കറ്റ് ഇട്ടാണ് ഇവിടെ കോരണ്ടേന്ന് എനിക്ക് തോന്നുന്നു. എവിടെ പോയി? എവിടെങ്കിലും പോട്ടെ, നമുക്ക് ഇങ്ങോട്ട് പോകാൻ നോക്കാം. ഇവിടെയും കുറെ പുല്ലൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അടുത്തുമ്പോ ഒരു കാക്ക കയറുന്നതുകൊണ്ട് എനിക്ക് പോലും കയറാൻ പറ്റില്ല. പിന്നെ ആർക്കുണ്ടാക്കിയത്? അപ്പൊ എന്തായാലും മറ്റേ കൊച്ചിനുണ്ടാക്കിയതായിരിക്കും. ഇവിടെ ഉള്ള ഒരു കൊച്ചുണ്ടല്ലോ, ഏതൊരു അമ്മൂമ്മയും കൊച്ചും ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഓ ഇതാണ് നമ്മൾ മുറിക്കണ്ടേ. മുറിച്ചു. ഓക്കെ മുറിച്ചു. ഇവിടെ കിടക്ക്. സൗണ്ട് കേട്ട് ഇനി അമ്മച്ചി എങ്ങാനും ഇങ്ങോട്ട് വരും. ഓ ഇത് മറ്റേ സ്ഥലമാണ് വേലി. തിരുമ്പോ ഓപ്പൺ കാണിച്ചില്ലേ, ആ വേലിയാണ്. ഓ അപ്പൊ അവിടുന്ന് അടച്ചേക്കുവായിരുന്നു ഇത്. ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ അമ്മച്ചി വരത്തില്ല ഗൈസ്. നമുക്ക് എന്തോ ക്രോബാർ കിട്ടിയിട്ടുണ്ട്. എവിടെ പോയി? മേളിലെങ്ങാണ്ടും കേറിപ്പോയോ? ഈ ഗെയിമിനകത്താണെങ്കിൽ ഒരു ലൈഫേ ഉള്ളൂ. ചത്തു കഴിഞ്ഞാൽ പിന്നെ ചത്തത് ആദ്യം തൊട്ട് കളിക്കേണ്ടി വരും. അതൊരു വലിയൊരു പ്രശ്നമാണ്. എവിടാ അമ്മച്ചീനെ കാണാഞ്ഞിട്ട് എനിക്ക് വിഷമം വരുന്നു. ഓ ഇത് റിമൂവ് നെയിൽസ്. കിട്ടിപ്പോയി. ഇതെന്തോ സാധനം? ഷവല് കിട്ടി. ഇത് വെച്ച് എന്തോ ചെയ്യണം? അമ്മേ എവിടെ? അയ്യോ ദേ വരുന്നു. അയ്യോ അടുത്തെത്തി. നമുക്ക് തിരിച്ച് മറ്റേ ഗുഹയ്ക്കകത്ത് പോയി കയറിയിരിക്കും. നമ്മള് തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ പിടിക്കാം അമ്മച്ചി. മുട്ട പോലെ ഒരു സാധനം വന്നേക്കോ അങ്ങോട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ നമ്മളെ പറ്റിക്കാൻ ഇവിടെ കയറി നിന്നിട്ട് സർപ്രൈസ് എന്ന് പറയാനായിരിക്കും. എവിടെ പോയി? വേർ ആർ യു? ഡു യു വാണ്ട് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്? എന്താണ്ടോ ഉണ്ടല്ലോ. ഷവല് ഇവിടെ ഇട്ട് കോരണം. പെട്ടെന്ന് കോരിക്കളയാം അമ്മച്ചി വരുന്നതിന് മുമ്പ്. ഇവിടെ എന്തോ ഉണ്ടല്ലോ, മീൻ പിടിക്കാനാണോ? ഇതെന്താ? ഓ ഈ കല്ല്. നമുക്ക് പുതിയ ഐഡിയ കിട്ടി. ഓ ഈ കല്ലിട്ടോണ്ട് നമുക്ക് ഓടാൻ പറ്റത്തില്ല. എവിടെ അമ്മച്ചി? ശബ്ദം കേട്ട് വരത്തില്ലേ? ഞാൻ കല്ലിപ്പോ ഇവിടോട്ട് ഇട്ടായിരുന്നല്ലോ. ഇങ്ങോട്ട് കേറാൻ പറ്റും നമുക്കിപ്പോ. നമ്മ മേലോട്ട് കയറി. ഇതെന്ത് സാധനം? പുതിയ മാന്ത്രികമാണ്. നമ്മള് വരച്ച് കളിച്ച് കഴിയുമ്പോ ചെടി വളരും. മറ്റേ അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ ക്ലൈംബ് എന്നൊക്കെ കാണിച്ചേ. ഇനി അതിന്റെ അടുത്ത് പോയി വരയ്ക്കണം. അത് ഇതിലൂടെ ചാടാൻ പറ്റത്തില്ലേ? അമ്മച്ചി കരയുന്ന സൗണ്ടൊക്കെ ഇപ്പോഴും കേൾക്കാം. എവിടെ? ഇതല്ലാതെ വേറെ കുറെ സ്ഥലത്തും കൂടി ഇല്ലായിരുന്നു ഈ സാധനം പോരാണല്ലേ. അതാണ്ടാ പോയി നിൽക്കുന്നത്. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതേ ഇരിക്കുന്നു. അയ്യേ ഇത് അപ്പിയാ ഗൈസ്. അപ്പി പോരാണോ നമ്മള്? ഇവിടെ ഇതിലൊന്നും ഇല്ല. വേറെ എവിടെയെങ്കിലും ഇതുപോലെ കാണുമായിരിക്കും. ആളെ പറ്റിക്കാൻ കൊണ്ട് വെച്ചേക്കോ. ഇവിടെ അപ്പിയിട്ട് വെച്ചേക്കോ. ഇവിടെ ഇല്ല. പിന്നെ വേറെ എവിടെ? അമ്മേ ചുമക്കാൻ പോയ സമയം കൊണ്ട് എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? അയ്യോ ദേ വരുന്നു. അല കയറിപ്പോ. നമ്മളോടി. അമ്മച്ചി നമ്മളെ മറന്നു ഗൈസ്. ഇങ്ങനെ മറക്കല്ല അമ്മച്ചി. പോന്നു. ഇതിനകത്ത് ബ്ലൂ കീ കിട്ടി. എനിക്ക് തോന്നുന്നു മറ്റേ അലമാര ഉണ്ടല്ലോ മേളില്, അതിന്റെ പൂട്ട് ബ്ലൂ ആയിരുന്നു. അപ്പൊ ഈ ബ്ലൂ കീ അതിന്റെ ആയിരിക്കും. അതന്നെ സ്കേറ്റിംഗ് ബോർഡിൽ കയറിപ്പോയോ? അയ്യോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് വരച്ച് കളിക്കാം. എന്തുകൊണ്ടാ സംഭവിച്ചു ഗൈസ്? ചെടി വളർന്ന്. ഓടിക്കോ. ഞാനോടും. കാലുള്ളിടത്തോടെ ഞാനോടും. ഈ ബ്ലൂ കീം കൊണ്ട് ഇപ്പൊ ചെന്ന് കയറി കഴിഞ്ഞാൽ അമ്മച്ചി നമ്മളെ സ്കെച്ച് ഇടും, മഷിയിട്ട് കണ്ടിടും. നമ്മൾ അമ്മൂമ്മയ്ക്കും കൊച്ചുമോൾക്കും വീട് വെക്കാൻ കിട്ടിയ സ്ഥലമേ. അകത്ത് കയറി നമ്മളെ തോണ്ടി എടുക്കും. അതുകൊണ്ട് വേണ്ട. ദേ വരുന്നു. ഞാൻ പേടിച്ചു ഇതിനെ കണ്ടപ്പോ. അയ്യോ ദേ വരുന്നു. ഡോണ്ട് ഡു ഇറ്റ് പ്ലീസ്. അമ്മച്ചി അങ്ങോട്ട് പോയി. ഡു നോട്ട് റൺ അവേ എന്ന് പറഞ്ഞിട്ട്. എവിടെ പോയി? വീണ്ടും നമ്മളെ മറന്ന അമ്മച്ചി. ഇങ്ങനെയൊക്കെ മറക്കാവോ? നമ്മള് തിരിച്ചിറങ്ങി വരുമ്പോ അമ്മച്ചിയുടെ അണ്ണാക്കിലോട്ട് ഇന്ന് കയറാതിരുന്നാ മതിയായിരുന്നു. ഇവിടെ എന്തോ ഉണ്ടല്ലോ. അയ്യോ എന്റെ പാസ്വേഡ് ലോക്കൊന്നും എനിക്കറിയത്തില്ല. ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ അഴിക്കായിരുന്നു. അമ്മച്ചിയുടെ ഓരോ കലാവിരുതുകളെ ആളെ പറ്റിക്കാനായിട്ട്. ഇറങ്ങി ഓടിക്കോടാ. കണ്ട നമ്മളെ പറ്റിക്കാൻ സൈഡിൽ പോയി ഇരിക്കുവായിരുന്നു കള്ളി. എവിടെ? റോക്കറ്റ് വിട്ടവരാ വരുന്നത്. എന്തു ഭാഷയാ പറയുന്നത്? ഈ കല്ലെടുത്ത് തലയോട് എറിയാൻ പറ്റുമോ? ഇവിടെ മീൻ പിടിക്കുന്ന ഹുക്കണുണ്ട്. SCP ഈ കല്ല് നമ്മൾ പൊക്കണം. SCP കല്ല് പൊക്കാൻ നമുക്ക് എന്ത് വേണം? ഈ കല്ലെടുത്ത് കൊളുത്തിയിടാൻ പറ്റുമോ ഇതില്? നോക്കട്ടെ. ഇല്ല ഗൈസ്, അതങ്ങനെ കൊളുത്തിയിടാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും സാധനം തൂക്കിയിട്ടിട്ട് അതിന്റെ അകത്ത് ഇടണമായിരിക്കും. നമ്മള് ബക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് വെള്ളം കോരാനുള്ളല്ലോ, അതിനകത്ത് വെക്കാൻ പറ്റുമോ? അതൊന്ന് എടുത്തോണ്ട് വരാൻ നോക്കാം. എവിടെങ്കിലും കാണും അമ്മച്ചി. അയ്യോ
ഏ ഞാൻ മറന്നിട്ടില്ലടി. എർത്തടിച്ച് അവിടെങ്ങാനും കിടക്ക്. നമ്മളോടാ കളി നമ്മൾ ഇവിടെ എവിടെയായിരുന്നല്ലോ വിട്ട്. അക്ക് ഇവിടോട്ട് തൂക്കി ഇടാം. ഇരിക്കട്ടെ, ഇനി മണ്ടയിലോട്ട് ഇടാം. ഓ ഇത് പോരാ, ഒരു കല്ലും കൂടെ വേണം നമുക്ക്. ഈ കല്ല് വെക്കാൻ പറ്റും. അമ്മേ അയ്യോ അവിടെ ഇട്, അവിടെ ഇട്. വരുന്നു. അയ്യോ ഇങ്ങനൊന്നും പറ്റിക്കരുത്, ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. ധൈര്യം ഉണ്ട് ഇതില് വാ. പറന്ന് കഴിച്ച് നമ്മളെ വീണ്ടും ഇങ്ങനെയൊക്കെ മറക്കാവോ? പൊക്കോ പൊക്കോ, ഓടിപ്പൊക്കോ. അതെന്നാ തെന്നിപ്പോയി അവിടെ നിന്നത്? പെട്ടെന്ന് നിന്നിട്ട് അവിടെ നിന്ന് തെന്നി അങ്ങ് മാറി, എന്നിട്ട് അവിടെ പോയി നിന്ന്. എന്തോ മാജിക്കൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കുനിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും സ്പീഡ് കുറയും. ഓക്കെ, ഇതും കൂടെ ഇട്ടാ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ പോരെ, ഇത് മതി ഗൈസ്. ഇത് കുഴൽ കിണറൊന്നും അല്ലേ? നമ്മളെന്തിനാ ഇതിന്റെ അടിയിലോട്ട് ഇറങ്ങി? ഇതെന്ത് സാധനം? റെഡ് പാടിലൊക്കോ ഗൈസ്? മറ്റേ സാധനം ഇതല്ലേ മറ്റേ കൊച്ചിട്ടോണ്ടിരുന്ന്? ഏത് മറ്റേ എന്നായിരുന്ന സാധനത്തിന്റെ? ഇതാണ് ഗൈസ് മറ്റേ ഹുഡ്. അല്ല ഹുഡ് എവിടെ? നോ 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 നോ. എന്തൊരു സ്പീഡാണ് ഇതിന്. അപ്പൊ എക്സ്ട്രീം ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു സ്പീഡായിരിക്കും. മതിയായില്ലയോ? എന്നെ ഒന്ന് മറക്ക് പ്ലീസ്, എന്നെ ഒന്ന് മറക്കാമോ? ഓക്കെ ഗൈസ്, മറന്ന് നമ്മളെ. എവിടെ പോയി? ഇനി പഞ്ചായത്ത് കണ്ടുപോയി. നാടുവിട്ടോ അവിടുന്ന് ആണ്ട പോകുന്നു. അവിടെ പോയി വീണ്ടും സ്റ്റക്കായി ഗൈസ്. അതെ, ഏതോ ഒരു കൊച്ചിന്റെ മണം അടിച്ചല്ലോ. തിരിഞ്ഞു നോക്കി കളയാം. തിരിഞ്ഞു നോക്കുന്നില്ലേ? നോക്ക് തിരിഞ്ഞ്. ആണ്ടിരിക്കുന്നു, അവിടെ സ്റ്റക്കായി. ഇവിടെ ക്ലൈംബന്ന്. ഇനി നമുക്ക് മേളിലോട്ട് കയറാവോ? മേളിൽ കയറിട്ട് എന്താ കാര്യം? മേളിൽ നിർത്തി ആടി ആത്മഹത്യ ചെയ്യാനോ? നമ്മളീ വീടിന്റെ മണ്ടക്ക് കയറിട്ട് എന്താ കാര്യം? താഴ്ത്തി ആടാനാണ്. ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഗെറ്റിൻ. ഇവിടെ ഒരു കട്ടിലൊക്കെ കിടപ്പുണ്ട്. ഇവിടെ വേറെന്തോ ഉണ്ടല്ലോ. ലെഫ്റ്റ് റൈറ്റ് അല്ല എനിക്ക് തെറ്റിപ്പോയതാ. റൈറ്റ് എന്തോ തേങ്ങയാണോ? തിരിച്ചാടിപ്പോയതും എടുത്തോണ്ട്. വല്ല കോഡ് വേണമെങ്കിലോ ആവശ്യം വരും. അമ്മച്ചി എവിടെങ്കിലും ഉണ്ടോന്ന് നമുക്ക് നിരീക്ഷിച്ചിട്ട് വേണം ഇറങ്ങാൻ, അല്ലെ നേരെ എടുത്ത അമ്മച്ചി. ഇതെന്താ വാട്ട് ഈസ് ദിസ്? അവിടെ കട. അയ്യോ ഞാൻ നിലത്ത് കളഞ്ഞു, അത് പോയി. ഇതെന്താ? മറ്റേ അമ്മൂമ്മയുടെ കഥയാണ് ഗൈസ്. എനിക്ക് അറിയത്തില്ല. ഏതൊരു വൂൾഫിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തു. ആദ്യം തന്നെ അമ്മച്ചിയുടെ വയലോട്ട് നിന്ന് കയറായിരുന്ന മതിയായിരുന്നു. അമ്മച്ചി ഇവിടെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഇറങ്ങാം. അവിടെ പോകുന്നു. നമ്മളെ മറ്റേ സാധനം ഇവിടെ എങ്ങാനും വീണോ? അയ്യോ തൊട്ടു മുമ്പിലാ സാധനം നിൽക്കുന്നത്. അമ്മേ ഇങ്ങനെ പേടിപ്പിക്കാതെ അമ്മച്ചി. വരുന്നു. ഏതാ സ്ഥലം? ഇതാണ് ഇനിയിപ്പോ മറ്റേ ഗുഹ, ഈ കാണിക്കുന്ന ഗുഹ. തിരിച്ച് മറ്റേ ഗുഹയിലോട്ട് പോവാം നമുക്ക്. മറ്റേ ചെറിയ ഗുഹക്കകത്ത് അമ്മച്ചിയുടെ ഓർമ്മശക്തി കളയുന്ന ഗുഹയിലോട്ട് പോവാം നമുക്ക്. എവിടെ പോയി? വരുന്നു. ഓർമ്മശക്തി പോട്ടെ, നീ എല്ലാം മറക്കാൻ പോകുന്നു. ഒഴിഞ്ഞു പോ. കേട്ടോ ഗൈസ്, ഈ ഗുഹയ്ക്കകത്ത് കയറിയാൽ മറന്നു പോവില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഗുഹയ്ക്കുണ്ട്. നമുക്ക് ഗുഹയിലോട്ടൊന്ന് കയറി നോക്കാം. ഇത് വലിയ ഗുഹയിലോട്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല. ഇത്ര നേരമായിട്ട് ഒന്നും കണ്ടില്ല. നമ്മള് വെളിയിൽ ഗുഹയ്ക്കകത്ത് എന്ന് കയറാം. അയ്യോ ഇങ്ങോട്ടാണോ വരുന്നത്? അവിടെ പോയി കാവലിരിക്കുന്നു. സ്റ്റക്കായോ? തിരിച്ചു പോ പ്രേതമേ. ഇവിടെ ഇതിനകത്തോട്ട് കയറിയപ്പോ ഒടുക്കത്തെ ഇരുട്ട്. അമ്മേ പേടിച്ചു പോയല്ലോ. ഇതേത് സ്ഥലമാണ്? കാക്ക കയറുന്നതൊക്കെ കേക്കാലോ. ഷട്ടപ്പ്. രണ്ടിലേത് വഴിയാ? എനിക്ക് തോന്നി ഇതേ കാണിക്കുന്ന ഇതേത് കൊച്ചി? ആർക്കറിയാം, ഏതോ ഒരു കൊച്ചി. എനിക്ക് വന്ന ഇതേ കാണിക്കുന്ന പോലെ നമുക്ക് വലത്തോട്ടും ഒക്കെ പോണോന്നാണ് തോന്നുന്നത്. ആദ്യം എങ്ങോട്ടാ കാണിച്ചേക്കുന്നത്? നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിൽ വലത്തോട്ട് പോകണമെന്നാണ് കാണിക്കുന്നത്. ഇതല്ലേ പോലെ? ഇനി അതാണോ വലത്തോട്ട്? ആർക്കറിയാം, എങ്ങോട്ടെങ്കിലും പോയി നോക്കാം. ഇനിയും വലത്തോട്ട് പോകണോ നമ്മള്? 2000 years later. നമ്മളെവിടെ എത്തി? ഇതേ സ്ഥലം. നമുക്ക് മറ്റേ സാധനം വേണം. ഞാൻ എടുത്തില്ല. ഇതെന്തുവാ? എന്തോ ഒരു കോഡ് വേണമല്ലോ നമുക്ക്. ഇവിടെ എന്ത് കോഡാ വേണ്ടത്? എന്തോ ഒരു കോഡ് വേണം നമുക്ക്. എന്തൊക്കെയോ വഴിയുണ്ട്. ഇവിടെ എന്തോ രക്തമൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഡേഞ്ചറസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് തലതിരിച്ച് പിടിച്ചാൽ നമുക്ക് സ്ഥലം എല്ലാം തെറ്റിച്ചാ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയ്യോ ഇറങ്ങിയപ്പോഴാ അമ്മച്ചിയുടെ മോന്താ. ഇത് ശുഭലക്ഷണമാണല്ലോ. മറന്നു പോകുന്ന ഗുഹയ്ക്കകത്ത് കേട്ട് കയറാം. അമ്മച്ചി നമ്മളെ മറന്നു പോക്കോളൂ. അയ്യോ അമ്മച്ചി മറന്നു പോവാ. അമ്മച്ചി എല്ലാം മറന്നു പോകും. ഓക്കെ, അമ്മച്ചി എല്ലാം മറന്നു പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഇരുന്നങ്ങ് പഠിക്കാം. നമ്മൾ ആദ്യം വലത്തോട്ട് 2 പ്രാവശ്യം, ഇടത്തോട്ട് 1 പ്രാവശ്യം, വീണ്ടും വലത്തോട്ട് 2 പ്രാവശ്യം. അങ്ങനെ വേണം പോകാൻ. ഇതിവിടെ കളഞ്ഞേക്കാം. അമ്മച്ചിയെ ഫോളോ ചെയ്യാൻ നോക്ക്. പൊക്കോ. അമ്മച്ചി മറന്നു പോകുന്ന ഗുഹയിലോട്ട് ഒന്നും കൂടെ കയറുന്നു. അയ്യോ ഇതൊക്കെ ഒരു രസമല്ലേ? എന്റെ പുറകെ വാ. വരുന്നില്ലേ? ഓക്കെ, അത് കൊള്ളാലോ. നമ്മള് നേരെ ഇവിടെ എത്തിയോ? നമ്മളെന്തോ ടെലപ്പോർട്ടിങ് ഉപയോഗിച്ചു അമ്മച്ചിയുടെ വടി കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഇവിടെ എന്തോ കുരീശൊക്കെ കാണുന്നു. 4, 5, 6 എന്തോ ഡേറ്റ് ആണെന്നാണ് കേസ് തോന്നുന്നത്. അല്ല മറ്റേ കോഡാണോ ഇത്? ഇനിയിപ്പോ ഇത് കോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കോഡ് തന്നെ. എന്താ ഡയമണ്ട് ഒക്കെ മൈൻക്രാഫ്റ്റിൽ കിട്ടത്തില്ല ഇത്ര ഡയമണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്നു ഡയമണ്ട് അല്ലേ? ഇതെന്ത് സാധനം? AI ജനറേറ്റഡ് ഫോട്ടോ അതിനകത്തുണ്ടല്ലോ ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളെന്ത് എടുക്കാനാ? കിട്ടിയല്ലേ, എന്തായാലും എടുത്തോണ്ട് പോവാം. നമ്മള് തിരിച്ചു പോകുന്നവരെ അമ്മച്ചി അവിടെ ചെക്ക് പോസ്റ്റ് ഇരിക്കുന്ന പോലെ. നമ്മൾ എന്ത് ചെയ്യും?
അമ്മയെ മുമ്പിൽ തന്നെ നിൽക്കുന്ന അമ്മച്ചി. ഞാൻ ചെന്ന് കേറിയപ്പോ ഒടിയാ കള്ളച്ച് ഭയങ്കര സീനാണല്ലോ. പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിലെ കൂടെ അങ്ങോട്ട് പോവാ. അയ്യോ അമ്മച്ചിയുടെ വായിലോട്ട് എന്ത് കേറി കൊടുത്തു. അമ്മച്ചി നമ്മളെ മറന്നു പോയായിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്തില്ല. ആരെയില്ല. ഇനിയിപ്പൊ ഇത് നമ്മളെ ഇവിടെ കൊണ്ട് വെക്കണ്ട. ആണ്ടായിരിക്കുന്ന അവിടെ. ഹലോ ബ്ലഡി ഗ്രാൻഡ് മദർ. 2000 years later. ഓ ഗൈസ് ഇത് കണ്ടോ? ഇതാണ് ഗൈസ് മറ്റേ വിച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓനോ ക്രീപ്പി അമ്മച്ചി വിട്ടിരിക്കുന്ന ഫോട്ടോ. ഇവിടെ എന്തുവാ മേലോട്ട് കയറാൻ പറ്റുമോ? നമ്മളെ പ്രാവശ്യം മേളിൽ കയറിയാണല്ലോ. ഇതുപോലൊരു ഫോട്ടോ എനിക്ക് മറ്റേ സ്ഥലത്ത് കിട്ടിയായിരുന്നല്ലോ. മറ്റേ മറന്നു പോകുന്ന ഗുഹയുടെ അവിടെ ആയിട്ട്, മറക്കുന്ന ഗുഹയുടെ അവിടെ ആയിട്ട് നമുക്ക് ഏതോ കുറുക്കന്റെ ഫോട്ടോ എങ്ങനെയാ കിട്ടിയേ. അതെടുത്ത് അവിടെ തന്നെ ഇട്ടായിരുന്നു, പിന്നീട് എടുക്കാന്ന് പറഞ്ഞു. ഞാനിപ്പോ എടുത്ത് മാറ്റിയോ? അതേ കിടക്കുന്നു. ഇതെന്താ ഇവിടെ ഒരു എക്സ് കുറുക്കൻ വിരല് കൊണ്ട് വരച്ചതാണ്. അങ്ങനെ വരാൻ വഴിയില്ല. ഇതെന്തോ ഒരു സിമ്പൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അമ്മച്ചീനെ എങ്ങനെയെങ്കിലും മറന്നു പോകുന്ന ഗുഹയെ കൂടെ അപ്പുറയിലോട്ട് കൊണ്ടുവരണം. ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? സ്കേറ്റ് ബോർഡ് കളിക്കും ഇവിടെ കിടന്ന്. അമ്മച്ചി ഹലോ. ആടെ പോയി നിൽക്കുന്നു. വാ എനിക്കറിയായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ ഞെട്ടിയില്ല. അയ്യോ വടിയൊന്നും നിൽക്കാടാ അമ്മച്ചി. വാ അമ്മേ. അയ്യോ വാ പോലെ പോയി. മറക്കണ്ടായിരുന്നു അമ്മച്ചി. എവിടെ? ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അതിലേ അങ്ങോട്ട് പോവാം. സഹിക്കാൻ പറ്റത്തില്ലേ തള്ളയുടെ ജേസി മ്യൂസിക്. ചെവി അടിച്ചു പോകും. ഒന്നാ ഹെഡ്സെറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെവിയുടെ കാര്യം ഓക്കെ. അല്ല ഞാൻ അതിന് ഇങ്ങോട്ട് വന്ന് എനിക്കറിയാലോ. അമ്മച്ചി അവിടെ. ആ സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ കയറി ഇത് വെച്ചിട്ട് വരാം. പെട്ടെന്ന് വേണം. ഡോണ്ട് ഡു ഇറ്റ്. ടൈം താ. ഇത് 3 പടത്തിനകത്ത് ഓരോരോ സിമ്പിൾ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം ഇവിടെ ഒരു ബാങ്ക് തുറക്കുന്ന പാസ്വേഡ് കാണിച്ചിട്ടുണ്ട്. നീ ഇതെങ്ങാനും വേണോ? ഇത് ഇങ്ങനെ കണ്ടാണ് തുറക്കണ്ടത്. ആ കാണിക്കുന്ന സിമ്പലൊക്കെ ഇത് അടിച്ചു കൊടുക്കണോ? നീ ഇങ്ങനെ ആണോ? എക്സ് വട്ടം ചതുരമാണ് കൈസ്. ഇത് ചതുരം. അമ്മച്ചി കൈ പിടിച്ചേക്കുന്ന തുണി ചതുരം പോയാണ് ഇരിക്കുന്നത്. എക്സ് വട്ട. ഞാൻ തെറ്റിച്ച്. ഇങ്ങനല്ല, എക്സ് വട്ടം ചതുരവാ. ഓക്കെ ശരിയാണോ? യെസ് കറക്റ്റ്. ഓ റെഡ് കീ കിട്ടി ഗൈസ്. ഇനി അമ്മച്ചി നമ്മളെ കൊല്ലാൻ വഴി നിപ്പുണ്ടോന്ന് ആർക്കറിയാം. ഇറങ്ങിയോടാ ഗൈസ്. ഇവിടെ അല്ലേ റെഡ് കീ ഉപയോഗിക്കണ്ടേ? ഓ ഓക്കെ. നമുക്ക് പുതിയ ജാക്കറ്റ് കിട്ടാൻ പോവാണ്. ഇവിടെ എല്ലാം തണുപ്പായിരുന്നല്ലോ. ഫുഡ് കിട്ടി. ഇനി ഇത് എടുത്തോണ്ട് എസ്കേപ്പ് ആണ് നമ്മള്. അതിന് മുമ്പ് ഒരു പണിയും കൂടെ ഉണ്ട് ഗൈസ്. ഇതുകൊണ്ട് മറ്റേ എന്നായിരുന്നു ആ സാധനത്തിന്റെ പേര്? ആ പെണ്ണിന്റെ പേരെന്തുവായിരുന്നു? അമ്മച്ചി ഇവിടെ വാ. യു ആർ ഡെഡ്. ബൈ. ഞാൻ പോവാ. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട് പെണ്ണിന്. അപ്പൊ നമ്മളിത് കൊണ്ട് കൊടുത്തു. അപ്പൊ ആ കൊച്ചു ചോദിച്ച് നമ്മളവിടെ ചെന്നപ്പോഴീ ഒരു ചെന്നായ നമ്മളെ കടിക്കാൻ വന്നില്ലെന്ന്. അപ്പൊ നമ്മളൊരു ചെന്നായ ഇവിടെ കണ്ടില്ലല്ലോ. നമ്മള് മേടിച്ചു ചെന്നായ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഇന്നെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവളോട് ചോദിച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഗ്രേറ്റൽ എന്നാണ് ഗൈസ് ആ പെണ്ണിന്റെ പേര്. അപ്പൊ അവള് ഒരു വഴി കാണിച്ചിരുന്നു, ചെറിയൊരു വഴി. എന്നിട്ട് ആ വഴിയോട്ട് ചൂണ്ടിട്ട് കാണിഞ്ഞ് അവിടെ ആയിട്ട് ഏതോ ഒരു കാർപ്പന്റർ ജീവിക്കുന്നുണ്ടെന്ന്, അല്ല താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാർപ്പന്റർ എന്ന് പറഞ്ഞ ആശാരിയല്ലേ? എനിക്കറിയത്തില്ല. എന്നിട്ട് പറഞ്ഞു അവിടെ ആണ് അടുത്ത സീഡെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒരു ചാപ്റ്റർ 3 കൂടെ ഉണ്ട്. ഇനിയൊന്നും തീരത്തില്ല അമ്മച്ചിയുടെ കളി. ഇനി മറക്കുന്ന ഗുഹയുണ്ടെങ്കിൽ നമുക്ക് അമ്മച്ചീനെ ഈസി ആയിട്ട് പറ്റിക്കാം. ഇനി സമയം കളയാനില്ല, നമുക്ക് പെട്ടെന്ന് പോകാന്നാണ് അവള് പറഞ്ഞത്. അപ്പൊ ഇത്രയുള്ള സ്വിച്ച് ക്രൈ 2 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തോന്ന് എനിക്കറിയത്തില്ല. മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ചാപ്റ്റർ 3 ഇറങ്ങുമ്പോൾ നമുക്ക് കളിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗുഡ് ബൈ. എനിക്ക് പനിയാണ്, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ.